നമസ്കാരം. കമലേശ്വരത്ത് അമ്മയും മകളെയും വിഷമൊള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മകളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. മകളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ ആൺ സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിൽ അംഗമായതിൻ്റെയും അവരുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നതിൻ്റെയും തെളിവുകൾ ഗ്രീമയുടെ ബന്ധുക്കൾ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. ഭർത്താവ് കൂടെ കൂട്ടുമെന്ന് വിശ്വസിച്ച ഗ്രീമ 5 വർഷം കടുത്ത അവഗണന നേരിട്ടിട്ടും ഒരിക്കലും വിവാഹബന്ധം വേർപെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും ബന്ധുക്കൾ പറയുന്നു. ഇതായിരുന്നു ആത്മഹത്യയ്ക്ക് കാരണം. ഇതോടെ ഉണ്ണികൃഷ്ണന്റെ ചേട്ടൻ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിയുകയാണ്. SL സജിത, മകൾ ഗ്രീമ എസ് രാജ് എന്നിവരെ ബുധനാഴ്ച വൈകിട്ടാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വാട്സപ്പിലെ ഫാമിലി ഗ്രൂപ്പിൽ സന്ദേശം അയച്ച ശേഷമാണ് ഇരുവരും കടുത്ത തീരുമാനത്തിലേക്ക് കടന്നത്. ഗ്രൂപ്പിലെ മെസ്സേജ് കണ്ട് പരിഭ്രാന്തരായ ബന്ധുക്കൾ ഉടൻ തന്നെ വീട്ടിലെത്തിയെങ്കിലും ഇരുവരും മരണപ്പെട്ടിരുന്നു. ലോക്കറിലുള്ള 200 പവൻ സ്വർണം, കമലേശ്വരത്തെ വീട്, 10 സെന്റ് സ്ഥലം എന്നിവ അമ്മാവന്മാർക്ക് നൽകണമെന്നും ഉണ്ണികൃഷ്ണനും സഹോദരന്മാർക്കും ഒരു കാരണവശാലും നൽകരുതെന്നും ഗ്രീമ തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. ആൺ സുഹൃത്തുക്കൾക്കൊപ്പം കഴിയാനുള്ള ആഗ്രഹമാണ് ഗ്രീമയുടെ കുടുംബജീവിതം ഒഴിവാക്കാൻ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചതിന്റെ കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. PhD നേട്ടത്തിന് പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിപ്പിച്ച് ബോധപൂർവ്വം ഉണ്ണികൃഷ്ണൻ അകലം പാലിച്ചെന്നും ഈ സമയം പലയിടങ്ങളിലേക്കും സുഹൃത്തുക്കളെ തേടി സഞ്ചരിച്ചുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഭർത്താവിനൊപ്പം വിദേശത്ത് കഴിയാൻ ആഗ്രഹിച്ചിരുന്ന ഗ്രീമ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ പാസ്പോർട്ട് എടുത്ത് തയ്യാറായിരുന്നു. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിനെത്തിയ സമയം ഉണ്ണികൃഷ്ണൻ അമ്മയ്ക്കും മകൾക്കും താങ്ങാനാവാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നാണ് വിവരം. ഭാര്യ പിതാവിന്റെ മരണവിവരം അറിഞ്ഞിട്ടും വിളിക്കാൻ പോലും ഇയാൾ മനസ്സ് കാണിച്ചില്ല. ഉണ്ണികൃഷ്ണൻ തെറ്റുകാരനല്ലെന്നും പ്രശ്നങ്ങൾക്ക് കാരണം ഗ്രീമയുടെ അമ്മയാണെന്നും ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൗൺസിലിംഗ് നടത്തിയിട്ടും ഫലമുണ്ടായില്ലെന്നും അവർ പറയുന്നു. ഇതിനിടയിലാണ് ഗേ ഗ്രൂപ്പുകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതോടെ കുടുംബം പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു. ഗ്രീമയുടെ അമ്മയുടെ സ്വാർത്ഥതയാണ് ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ കുറ്റപ്പെടുത്തിയത്. എന്നാൽ ഗ്രൂപ്പുകളുടെ പേര് പുറത്തു വന്നതോടെ എല്ലാം പാളുകയാണ്. മുംബൈയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണനെ ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് തലസ്ഥാനത്ത് എത്തിച്ചത്. അയർലൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് ഉണ്ണികൃഷ്ണനെ പോലീസ് പിടികൂടുന്നത്. ഭാര്യയും അമ്മയും മരിച്ചതറിഞ്ഞിട്ടും രക്ഷപ്പെടാനായിരുന്നു ഇയാളുടെ ശ്രമം. ഇതിനൊപ്പം ഭാര്യയുടെ അച്ഛൻ മരിച്ചിട്ട് പോലും നാട്ടിലേക്കും വന്നില്ല. ഈ ക്രൂരതയെ മറയ്ക്കാൻ പുതിയ തന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങിയിരുന്നു. ഗ്രീമയുടെ അമ്മ സജിതയുടെ അമിത വാത്സല്യവും സ്വാർത്ഥതയുമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കളുടെ വാദം. ഗാർഹിക പീഡനം, ആത്മഹത്യ പ്രേരണാ കുറ്റങ്ങളാണ് ഉണ്ണികൃഷ്ണനെതിരെ ചുമത്തിയിട്ടുള്ളത്. തൻ്റെയും അമ്മയുടെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവാണെന്നായിരുന്നു മരിച്ച ഗ്രീമയുടെ സന്ദേശം. വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ പ്രതി ഗ്രീമയെ ഉപേക്ഷിച്ചതായും നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇതിനിടയിലാണ് ഗ്രീമയുടെ അമ്മയുടെ സ്വാർത്ഥതയിലേക്ക് ചർച്ചകളെത്തിയത്. തിരുവനന്തപുരത്തെ അതിപ്രശസ്ത കുടുംബമാണ് ഉണ്ണികൃഷ്ണൻ്റേത്. അറസ്റ്റിലായ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ നിരപരാധിയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചന്തു പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്നും അമ്മ സജിതയുടെ ഗ്രീമയോടുള്ള അമിത വാത്സല്യവും സ്വാർത്ഥതയുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇയാൾ ആരോപിച്ചിരുന്നു. എന്നാൽ മരണവീട്ടിൽ ഗ്രീമയെ എന്തിന് ഉണ്ണി അപമാനിച്ചു എന്നതിന് ഉത്തരവുമില്ല. ഉണ്ണികൃഷ്ണനും ഗ്രീമയ്ക്കും ഒരു സ്വകാര്യതയും സജിത നൽകിയിരുന്നില്ല എന്നായിരുന്നു സഹോദരന്റെ ആരോപണം. സജിതയുടെ നിയന്ത്രണത്തിലാണ് ഗ്രീമ ജീവിച്ചിരുന്നത്. ഹണിമൂൺ ട്രിപ്പിനിടെ പോലും നിരന്തരം ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തി. ഗ്രീമയെ അയർലൻഡിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചെങ്കിലും സജിത സമ്മതിച്ചിരുന്നില്ല. ഫോൺ വിളിച്ചാൽ പോലും സ്പീക്കർ ഓൺ ചെയ്ത് സജിത സംസാരിക്കും. ഇതിനെ തുടർന്ന് 2 തവണ കൗൺസിലിംഗ് നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. തർക്കമുണ്ടായപ്പോൾ സജിത ആത്മഹത്യ ഭീഷണി മുഴക്കുമെന്നും ഭീഷണി മൂലമാണ് ബന്ധം പിരിയുക എന്ന തീരുമാനത്തിലെത്താൻ വൈകിയതെന്നുമായിരുന്നു ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ പറഞ്ഞത്. പ്രശ്നങ്ങളെക്കുറിച്ച് പുറത്തു പറയുന്നത് വലിയ അഭിമാന തകർച്ചയായി സജിത കണ്ടുവെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു. ഇതെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിയുകയാണ് ഇപ്പോൾ. ഗേ തായ്ലൻഡും ഗേ കോപ്പൻഹേഗനുമായിരുന്നു ഉണ്ണിയുടെ താല്പര്യ ഏരിയ.